നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ക്രിസ്ത്യാനോ റൊണാൾഡോ പ്രതിഷേധത്തിലാണല്ലോ. അദ്ദേഹം പ്രൊട്ടസ്റ്റ് ചെയ്യുകയാണ്. ഇന്നലത്തെ അൽ റിയാദുമായിട്ടുള്ള അൽ നസറിൻ്റെ മത്സരം അദ്ദേഹം കളിച്ചില്ല. രണ്ട് കാര്യങ്ങളാണ് CR7 ആരാധകർക്ക് ഇതിലൊരു വ്യക്തത വരേണ്ടത്. എന്തിനു വേണ്ടിയാണ് ഈ പ്രൊട്ടസ്റ്റ്? രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഒരു പ്രതിഷേധം നടത്തിക്കൊണ്ട് വല്ല ഗുണവുമുണ്ടോ? CR7 മുന്നിൽ ഇനിയുള്ള വഴിയെന്ത്? ഇത്രയാണ് അറിയേണ്ടത് ആരാധകർക്ക്. എന്തിനു വേണ്ടിയാണ് ഈ പ്രതിഷേധം അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റ്? ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് പരിക്കില്ല. അദ്ദേഹത്തിൻ്റെ വർക്ക് ലോഡ് മാനേജ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കോച്ച് ഹോർഗെ ഹീസസ് അദ്ദേഹത്തെ മാറ്റി നിർത്തിയതോ പുറത്തിരുത്തിയതോ റെസ്റ്റ് കൊടുത്തതോ ഒന്നുമല്ല. പൂർണ്ണ സജ്ജനാണ്, എന്നിട്ടും കളിക്കാതിരുന്നതാണ്. അത് സൗദി അറേബ്യൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഏറെ വിശ്വാസമുള്ള ഇറ്റലിക്കാരൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രിസിയോ റൊമാനോയും അത് സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ CR7 ആവലാതി എന്താണ്? പ്രതിഷേധിക്കണമെങ്കിൽ ഒരു ആവലാതി ഉണ്ടാവണമല്ലോ. ആ ആവലാതി എന്ന് പറയുന്നത് സൗദി അറേബ്യൻ പ്രോ ലീഗിൽ പ്രമുഖ ക്ലബ്ബുകളെ നിയന്ത്രിക്കുന്ന PIF അവരുടെ ഫണ്ട് സപ്ലൈ കൊണ്ടാണ് പലപ്പോഴും ക്ലബ്ബുകളുടെ സൈനിങ് ഒക്കെ നടക്കാറുള്ളത്. അവർ അൽ ഹിലാലിന് കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നു. അതേസമയം അൽ നസറിന് അത്തരത്തിലുള്ള സപ്പോർട്ട് ലഭിക്കുന്നില്ല. അൽ നസറിൻ്റെ സൈനിങ് ശ്രമങ്ങളൊന്നും അപ്രൂവൽ ആവുന്നില്ല. ഇതാണ് പ്രധാനമായിട്ടും CR7 ചൊടിപ്പിച്ചിട്ടുള്ള കാര്യം. അദ്ദേഹം ഡിസാറ്റിസ്ഫൈഡ് ആവാനുള്ള കാര്യം. ഇതവണയെങ്കിലും സൗദി പ്രോ ലീഗിൽ കിരീടം ചൂടണം എന്ന് അദ്ദേഹത്തിനുണ്ട്. പക്ഷേ ടീമിന് വേണ്ട റീഇൻഫോഴ്സ്മെൻറ്റ് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നടത്താൻ പറ്റില്ല. ആകെ ഒരു ഇറാഖി യുവതാരം മാത്രമാണ് ടീമിലേക്ക് വന്നത്. മറുഭാഗത്ത് കരീം ബെൻസീമയും മറ്റ് പല പ്രമുഖരും അൽ ഹിലാലിലേക്ക് ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലും ജോയിൻ ചെയ്യുന്ന കാഴ്ച കണ്ടു. ഇതാണ് CR7 ചൊടിപ്പിച്ചിരിക്കുന്നത്, അദ്ദേഹം ഡിസാറ്റിസ്ഫൈഡ് ആവാനുള്ള കാരണം. അപ്പോൾ ഇനിയുള്ള ചോദ്യം, CR7 ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രതിഷേധം നടത്തിയതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? യഥാർത്ഥത്തിൽ ഇല്ല എന്നതാണ് സത്യം. ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ക്രിസ്ത്യാനോ പോയാൽ സ്വാഭാവികമായിട്ടും അത് സൗദി പ്രോ ലീഗിൻ്റെ തലപ്പത്തിരിക്കുന്നവരെ സമ്മർദ്ദത്തിലാക്കും. CR7 അനുനയിപ്പിക്കാൻ വേണ്ടി അവർ ശ്രമിക്കും. അവർ പുതിയ സൈന്യങ്ങളൊക്കെ അപ്രൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ CR7 പ്രൊട്ടസ്റ്റ് ഒരാഴ്ചയെങ്കിലും മുമ്പ് നടത്തണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ സൗദി പ്രോ ലീഗിലേക്ക് ഇനിയും താരങ്ങളെ കൊണ്ടുവരാനൊക്കെയുള്ള സമയമുണ്ടായിരുന്നു. ഇപ്പോൾ ട്രാൻസ്ഫർ ജാലകം ഒഫീഷ്യലി ക്ലോസായി. ഇനി സൗദിയിലെ ട്രാൻസ്ഫർ ജാലകവും ക്ലോസായി. ഇനി അതില്ല എന്ന് പറയണ്ട, യൂറോപ്പ് മാത്രമെന്ന് പറയേണ്ട, സൗദിയിലെ ട്രാൻസ്ഫർ ജാലകവും ക്ലോസായി. ഇനിയിപ്പോൾ ഒരു സൈനിങ് നടക്കാനുള്ള സാധ്യത കുറവാണ്. മികച്ച താരങ്ങൾ എന്തായാലും എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ CR7 മുന്നിലുള്ള വഴി എന്താണ്? അറ്റ് ദിസ് പോയിന്റ് ദി ഓൺലി റിയലിസ്റ്റിക് ഓപ്ഷൻ ഈസ് ഫോർ ഹിം ടു പ്ലേ അപ്കമിങ് ഗെയിംസ് ആൻഡ് ഫോക്കസ് ഓൺ ഗെറ്റിംഗ് ഹിംസെൽഫ് റെഡി ഫോർ ദി വേൾഡ് കപ്പ്. അത് മാത്രമാണ് ഇപ്പോൾ ചെയ്യാനുള്ളത്. വരുന്ന മത്സരങ്ങളിൽ ഫോക്കസ് ചെയ്യുക, നന്നായി കളിക്കുക, അതിന് റെഡിയായിരിക്കുക, നന്നായി കളിക്കുക, വേൾഡ് കപ്പിന് വേണ്ടി പ്രിപ്പയർഡ് ആവുക. അതാണ് ഇനിയിപ്പോൾ CR7 മുന്നിലുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ഓപ്ഷൻ. ഇനി അതല്ല ഈ കാര്യങ്ങൾ എക്സ്ട്രീം ലെവലിലേക്ക് കൊണ്ടുപോയി അടുത്ത അൽ ഇത്തിഹാദിനെതിരെയുള്ള കളിയും കളിക്കില്ല എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനോ റൊണാൾഡോ കട്ടക്ക് വാശിക്ക് നിൽക്കുകയാണെങ്കിൽ എന്തും സംഭവിക്കാം. അതിനുള്ള സാധ്യത തീരെ കുറവാണ്. അദ്ദേഹം തൻ്റെ ഡിസാറ്റിസ്ഫാക്ഷൻ അറിയിച്ചു. എന്നാൽ കളിക്കാതിരിക്കാനൊന്നും അദ്ദേഹത്തെ കൊണ്ട് കഴിയില്ല. കാരണം കളി അത്രയധികം സ്നേഹിക്കുന്ന ഒരാൾ കളിക്കാതിരുന്ന് ഇനിയും പ്രതിഷേധിക്കുമെന്ന് നമ്മൾ കരുതുന്നില്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.